Hi friends, I am Joy Telakadan. My YouTube channel name Joy's Kitchen. നമുക്ക് ഇന്നൊരു ചാളക്കറി വെറൈറ്റി ആയിട്ട് ഉണ്ടാക്കിയാലോ. അതിന് ചാളക്കറിയുടെ കൂടെ ഇട്ട് വയ്ക്കുന്നത് ഇതാണ്. നമ്മുടെ നാട്ടിലൊക്കെ വളരെ റെയറാണ്, പക്ഷേ വിദേശങ്ങളിലൊക്കെ ഉണ്ട് ഒത്തിരി. അപ്പം എനിക്ക് ഇതിൻ്റെ കയ്യിലുള്ളതുകൊണ്ട് ഞാനിതും പിന്നെ തക്കാളിയും ചാളയൊക്കെ ഇട്ടിട്ട് തേങ്ങ അരച്ച് ഒരു കറി വെച്ചാലോ. അപ്പോൾ അതെങ്ങനെയാണെന്ന് നോക്കാം. ഞാനൊരു പാൻ വച്ചിട്ടുണ്ട്. പാനിലേക്ക് ഞാൻ ഓയിൽ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഒരു 3 സ്പൂണ് കോക്കനട്ട് ഓയിൽ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഞാൻ അതിനകത്തേക്ക് ഈ അരിഞ്ഞ് വെച്ചിരിക്കുന്ന 2 മീഡിയം സൈസ് ഓണിയൻ ഇതേപോലെ ചോപ്പ് ചെയ്തതും വേപ്പിലയും കൂടി ഞാൻ അതിനകത്തേക്ക് ആഡ് ചെയ്യാണ്. ഇതൊന്ന് ചെറുതായിട്ട് വരണ്ട് ഗോൾഡ് കളറായി വരുമ്പോഴേക്ക് അതിനകത്തേക്ക് ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ആഡ് ചെയ്ത് കൊടുക്കണം. കാരണം ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ആദ്യം ആഡ് ചെയ്ത് കൊടുത്താൽ അടി പിടിക്കും. അങ്ങനെ സവാളയ്ക്ക് ഒരു വഴണ്ട് വന്നിട്ട് ഞാൻ അതിനകത്തേക്ക് ഒരു 4 സ്പൂണ് ജിഞ്ചർ ഗാർലിക് ഇതേപോലെ അരച്ചെടുത്ത്, ഫുള്ളായിട്ട് അരച്ചതല്ല, ഇതേപോലെ അരച്ചെടുക്കുമ്പോൾ അതതിനകത്ത് കുറച്ചുകൂടി കരിയാണ്ട് കിട്ടും. അല്ലെങ്കിൽ പിന്നെ അത് ഇതിൻ്റെ പാത്രത്തിനൊക്കെ പിടിച്ച് കരിഞ്ഞു പോകും. അതായത് ഒരു 10 അല്ലി വെളുത്തുള്ളിയും 2 കഷ്ണം ഇഞ്ചിയും ജിഞ്ചറും കൂടിയാണ് അതിനകത്ത് ആഡ് ചെയ്തത്. ഞാനപ്പോൾ അതിൻ്റെ ഇത് സെപ്പറേറ്റ് ആഡ് ചെയ്ത് കൊടുക്കുക, കാരണം ലാസ്റ്റ് അതിനകത്ത് റെഡിയായി കിട്ടും. അപ്പം തൊലികളൊക്കെ കളയാണ്ട് എല്ലാ ഐറ്റംസിൻ്റെയും നല്ലതാണ്. ജിഞ്ചർ ഗാർലിക്കിൻ്റെ നിങ്ങളത് ഓപ്ഷനിലാണ്, ഇങ്ങനെയും ചെയ്യണം. കളഞ്ഞിടുന്നതാണ് നല്ലത്. പക്ഷേ എല്ലാത്തിനും ഓരോ ഗുണങ്ങളുണ്ട്. ഞാനിതിനകത്തേക്ക് 1 സ്പൂൺ ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കുകയാണ്, സാൾട്ട്. കറി ആയതുകൊണ്ട് ഞാൻ ഈ ഡിഷിൽ യൂസ് ചെയ്യുന്നത് വലിയൊരു ഡിഷാണ്. അപ്പം ചൂടിൻ്റെ കാര്യങ്ങളൊക്കെ നമ്മൾ വയ്ക്കുന്ന ഡിഷുകൾ പോലെ ഇരിക്കും. നമ്മൾ ഈ പാചകം ചെയ്യുമ്പോൾ അത് മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ട് വേണം ചെയ്യാൻ. ആദ്യം ഹൈ ഫ്ലെയിമിൽ വന്നിട്ട് മീഡിയം ഫ്ലെയിമിലേക്ക് വെക്കണം, അല്ലെങ്കിൽ ഇത് പാത്രത്തിൽ പിടിക്കും. ഞാനതിനകത്ത് ഇൻഗ്രീഡിയൻസ് ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. ഇൻഗ്രീഡിയൻസ് ആഡ് ചെയ്ത് കൊടുക്കാനായിട്ട് 1 സ്പൂണ്, വലിയ സ്പൂണ് മഞ്ഞൾപ്പൊടി, കുറുക്കും പൗഡർ ഞാനതിനകത്തേക്ക് ആഡ് ചെയ്യാണ്. കാരണം ചാളയിലും അല്ലെങ്കിൽ ഫിഷിലൊക്കെ ആകുമ്പോൾ മഞ്ഞൾപ്പൊടി ഇച്ചിരി കൂടുതൽ നിൽക്കുന്നതുകൊണ്ട് ഞാനങ്ങനെ ആഡ് ചെയ്യുന്നത്. പിന്നെ 1.5 സ്പൂണ് കൊറിയാണ്ടർ പൗഡർ, 1.5 സ്പൂണ് ചില്ലി പൗഡർ. നിങ്ങൾക്ക് കൂടുതൽ വേണമെങ്കിൽ യൂസ് ചെയ്യാം കേട്ടോ, ചില്ലി പൗഡറും. അതേപോലെ തന്നെ ഗ്രീൻ ചില്ലിയൊക്കെ കൂടുതലായിട്ട് ഉപയോഗിക്കുന്നത് നല്ലതാണ്. ഇടുമല്ലോ, പൊതുവേ നമ്മൾ മലയാളീസ് കൂടുതൽ യൂസ് ചെയ്യുമല്ലോ. ഞാൻ ഇച്ചിരി കുറച്ചാണ് യൂസ് ചെയ്യുന്നത്. അതുപോലെ ടൊമാറ്റോ അരിഞ്ഞ് വെച്ചേക്കണത് അതിനകത്തേക്ക് ആഡ് ചെയ്യണം. ഞാനൊരു 3 ഗ്രീൻ ചില്ലിനകത്തേക്ക് ആഡ് ചെയ്യുന്നുണ്ട്. അതേപോലെ ഞാൻ ടൊമാറ്റോൻ്റെ ഒരു 1.5 ടൊമാറ്റോൻ്റെ സോസ് അരച്ചതായിട്ട് ആഡ് ചെയ്യണം. ഞാനത് ചെയ്യുമ്പോൾ ലോ ഫ്ലെയിമിലാണ് ഇട്ടിരിക്കുന്നത്, കാരണം അടിയിൽ പെട്ടെന്ന് പിടിക്കാതിരിക്കാൻ. ഇനി വാട്ടർ ആഡ് ചെയ്യുമ്പോൾ മാത്രമാണ് നമ്മൾ ഹൈ ഫ്ലെയിമിലേക്ക് കുറക്കണം, പോകേണ്ടത്. അല്ലെങ്കിൽ നമ്മളുടെ ഈ മസാലകളൊക്കെ അടിയിൽ പിടിക്കും. പിന്നെ എൻ്റെ പ്രോബ്ലംസ്, നമ്മൾ ഡിഷ് പോലെ ഇരിക്കും. ചില ഡിഷുകൾ നമ്മുടെ ഗ്യാസ് അല്ലെങ്കിൽ കറണ്ടിൻ്റെയൊക്കെ ആകുമ്പോൾ അതിൻ്റെ രീതിയിലുള്ള വ്യത്യാസങ്ങൾ വരും. ഇപ്പം നമ്മൾ വിറകടുപ്പിലൊക്കെ വെച്ച് വലിയ ഒരു പാത്രത്തിൽ ചെയ്യുമ്പോൾ പെട്ടെന്ന് അടിയിലേക്ക് കയറി പിടിക്കും. അപ്പോൾ അതനുസരിച്ചായിരിക്കണം തേങ്ങ ഈ ഗ്രേറ്റ് ചെയ്ത സാധനങ്ങൾ നമ്മൾ ആഡ് ചെയ്യണതിൻ്റെ പ്രശ്നം. നമ്മൾ അരച്ചത് ഇടുമ്പോൾ പെട്ടെന്ന് കയറി പിടിക്കും, ഉരുളിയോ അല്ലെങ്കിൽ അങ്ങനെയുള്ള പാത്രങ്ങളൊക്കെ ആകുമ്പോൾ.
ഞാനപ്പോൾ ഇതിനകത്തേക്ക് 2 ഗ്ലാസ് വാട്ടർ ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. ഇനി ഈ ഡിഷിലേക്ക് ഞാൻ ഈ അരിഞ്ഞ് വെച്ചിരിക്കുന്ന വെജിറ്റബിൾ ഇതിനകത്തേക്ക് ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. അതേപോലെ തന്നെ സാർദിന ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. അത് മിക്സ് ചെയ്യാം. വാട്ടർ പോരെന്നുണ്ടെങ്കിൽ നമുക്ക് കുറച്ചുകൂടി ആഡ് ചെയ്യാം. എന്തായാലും ഇപ്പോൾ കോക്കനട്ടിൻ്റെ മിൽക്കൊക്കെ ഇതിനകത്ത് ആഡ് ചെയ്യുകയാണെങ്കിൽ കുറച്ച് അപ്പം മിൽക്ക് ആഡ് ചെയ്യുമ്പോൾ അതനുസരിച്ച് വാട്ടർ നോക്കി ആഡ് ചെയ്യണം കേട്ടോ. അതിൻ്റെ അളവൊക്കെ നോക്കണേ. ഞാനിതിനകത്തേക്ക് ഒരു 1/2 ഗ്ലാസ് വാട്ടറും കൂടി ആഡ് ചെയ്യുന്നുണ്ട്. കാരണം ഇത്രയും ക്വാണ്ടിറ്റി ഉള്ളതുകൊണ്ട് ഒന്ന് മുങ്ങി കിടന്ന് വേവണമല്ലോ. കറി അങ്ങനെ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. പക്ഷേ ഞാൻ അതിനകത്തേക്ക് കുറച്ച് തേങ്ങ അരച്ചത് ആഡ് ചെയ്യുന്നുണ്ട്. കാരമറി തേങ്ങ അരച്ചത് ഇതിനകത്തേക്ക് ആഡ് ചെയ്യാണ്. അങ്ങനെ മീൻകറി റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഞാൻ ഇതിനകത്തേക്ക് ഒന്ന് താളിക്കാനായിട്ട് ഞാനൊരു 2-3 വറ്റൽ മുളക് ഇതേപോലെ മുറിച്ചെടുത്തതും വേപ്പില വേണ്ടി എടുത്തേക്കാണ്. ഞാനൊന്ന് താളിച്ച് ഇതിനകത്തേക്ക് ആഡ് ചെയ്യാം. ഇതിനകത്തേക്ക് ഞാൻ താളിച്ച് ഇതിനകത്തേക്ക് ആഡ് ചെയ്യാണ്. അല്ല ഇപ്പം അതിൻ്റെ വെജിറ്റബിളൊക്കെ വെന്തു. അതുപോലെ മത്തിയും വെന്തു. അങ്ങനെ മത്തിയും ചാളയും കൂടി മത്തിയും ആ വെജിറ്റബിളും കൂടി റെഡി ആയിരിക്കുകയാണ്. നിങ്ങൾ ട്രൈ ചെയ്യണം. എനിക്ക് വേണ്ടി എൻ്റെ ജോയ്സ് കിച്ചൻ്റെ യൂട്യൂബ് ചാനലിൽ വന്ന് അഭിപ്രായങ്ങൾ പറയും, കമൻറ്റ് ചെയ്യുകയും ലൈക്ക് ചെയ്യുകയും ഷെയർ ചെയ്യുകയൊക്കെ ചെയ്യണം കേട്ടോ. അപ്പോൾ ഇത് നിങ്ങളൊന്ന് ട്രൈ ചെയ്യുക. ഈസിയാണ്. അപ്പോൾ ട്രൈ ചെയ്തിട്ട് നിങ്ങൾ അഭിപ്രായങ്ങൾ പറയുക. അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് കാണാം.